എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മോർണിംഗ് വാക്കിൻ്റെ ഫുൾ വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപ്രകാരമാണ് മോർണിംഗ് വാക്കിൻ്റെ വീഡിയോ ചെയ്യുന്നത്. രാവിലെ 6 മണി സമയത്താണ് ഞാൻ ഇറങ്ങാറ്. അതിൽ നേരത്തെ ഇറങ്ങുന്നവരുണ്ട്, പക്ഷേ എനിക്ക് ഉറക്കം മസ്റ്റായതുകൊണ്ട് എന്തായാലും 6 മണിക്ക് ശേഷം ഇറങ്ങുള്ളൂ. അപ്പോൾ പതിയെ നമ്മുടെ വയലിലൂടെയാണ് ആദ്യം യാത്ര. വയലൊക്കെ ആകെ പുല്ല് പിടിച്ചിന്. ഇപ്പം വയക്ക് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നടന്ന് നല്ല തണുപ്പ്. രാവിലെ എണീക്കുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. അങ്ങനെ നമ്മൾ റോഡിലേക്ക് കയറുന്നു. എൻ്റെ വണ്ടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്ന് റബ്ബർ തോട്ടമാണ് ഇവിടെ. രാവിലെ ടാപ്പിങ്ങെല്ലാം നടക്കുന്നുണ്ട്. ഈ താർട്ട റോഡ് നേരെ ചെല്ലുന്നത് പിഴവത്തുറമ്പ് പെട്രോൾ പമ്പിൻ്റെ അടുത്താണ്. ഈ കട്ട് റോഡ് കൂടിയാണ് നമ്മൾ നടക്കുന്നത്. നേരെ ചെല്ലുന്നത് പുഴക്കരയിലേക്കാണ്. ഇനി അങ്ങോട്ട് ചെറിയ വഴിയാണ് താഴേക്ക്. ശ്രദ്ധിച്ചിറങ്ങണം, അതുകൊണ്ടാണ് മൊബൈൽ ഷെയ്ക്കാവുന്നത്. കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണിത്. ഇവിടുന്ന് നേരെ ഇറങ്ങിയാൽ നമ്മൾ പുഴക്കരയിലേക്ക് എത്തും. പതിയെ പുഴക്കരയിലേക്ക് എത്തുന്നു. ഇതാണ് ഇവിടുത്തെ പാലം. വട്ടക്കുന്ന് പാലം എന്നാണ് ഇത് പറയാം. ഇന്നലെ ഞാനത് കുറച്ച് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ഇതാണ് വട്ടക്കുന്ന് പാലം. ഇവിടെ നിന്നാണ് നമ്മൾ നടത്തം മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരെ നടന്ന് നിലാമുറ്റം, മാമാനമ്പലം അതുവഴിയാണ് നമ്മൾ യാത്ര. ഒരുപാട് ചെടികളുണ്ട്. ഇതുപോലത്തെ മഞ്ഞ പൂവ്. ഇതിൻ്റെ പേരായിരിക്കും അറിയാമോ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരുപാട് ഇത് നല്ല രസമാണ്. സൈഡിൽ ശംഖുപുഷ്പം പോലൊരു കാട്ടുചെടി ഉണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. അങ്ങനെ രണ്ട് സൈഡിലും നല്ല പൂക്കളാണ്. ഇപ്പോൾ പൂക്കൾ കുറച്ച് കുറവാണ്. ചില സമയങ്ങളിൽ ധാരാളം ഉണ്ടാവും. അപ്പോൾ നല്ല മഞ്ഞ പട്ട് വിരിച്ച പോലെ ഉണ്ടാവും. ഇത് പഴയൊരു വാട്ടർ പമ്പ് ഹൗസാണ്. പിഴവത്തുറമ്പിലെ റഹ്മാൻ ഓർഫനേജിലേക്ക് മുമ്പ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് പമ്പായിരുന്നു ഇത്. ഇപ്പം ജപ്പാൻ കുടിവെള്ള പദ്ധതി ഒക്കെ വന്നേ പിന്നെ ഇത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. മഴക്കാലങ്ങളിൽ വെള്ളം കയറിയ പിന്നെ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും, മൊത്തത്തിൽ വെള്ളമായിരിക്കും. ഇപ്പോൾ ഇതുവഴി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ അടുത്ത വീട്ടുകാരുടെ 1-2 വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന മല, ആ മലയിലാണ് നമ്മൾ ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇതുവഴിയാണ് സ്കൂളിലേക്ക് പണ്ട് പോവാറ്. ഏതാണ്ട് 5 വർഷത്തോളം രാവിലെ ഇതുവഴിയാണ് നമ്മൾ സ്കൂളിലേക്ക് നടന്നിട്ട് പോവാറ്. അങ്ങനെ നമ്മൾ നിലാമുറ്റത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മതിലിൻ്റെ അപ്പുറത്ത് ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അതായത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ താഴേക്ക് നടക്കുവാണ്. ഇവിടെ റോഡൊക്കെ നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇതാണ് നിലാമുറ്റ പള്ളിയുടെ ഉൾവശത്ത് കൂടിയുള്ള റോഡാണിത്. നിലാമുറ്റം മകാം, ഇവിടുത്തെ പ്രസിദ്ധമായ നിലാമുറ്റം മകാം ഉറൂസ് ഈ ഡിസംബറിൽ ആരംഭിക്കും. അപ്പോൾ 10 ദിവസം
നല്ല ഭയങ്കര പരിപാടിയാണ് ഇവിടെ. പള്ളിയുടെ മിനാരം കണ്ട എന്താ ഭംഗി. ഇതാണ് നിലാമുറ്റം പള്ളി. ഇവിടുന്ന് നേരെ റോഡിലേക്ക് കടന്നു. ഇതാണ് തളിപ്പറമ്പ് സംസ്ഥാന പാത. ഇവിടുന്ന് നമ്മൾ നടന്ന് കുറച്ചപ്പുറത്താണ് മാമാന അമ്പലം. സൈഡിലൊക്കെ ചെടിച്ചട്ടികളെല്ലാം നിർമ്മിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം. ഇവിടെ വരാനാണ് രാവിലത്തെ മോർണിംഗ് വാക്കിംഗ്. അമ്പലത്തിൽ കുറച്ച് ആൾക്കാരുകളുണ്ട്. ഒരു പട്ടി കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് മടക്ക് യാത്ര ഞാൻ സ്പീഡിൽ ടൈം ലാപ്സിൽ കാണിക്കാം. ഇത്രയും ദൂരമാണ് നടക്കാറുള്ളത് രാവിലെ. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചയുള്ളൊരു സ്ഥലമാണ് ഇവിടെ പകുതിക്ക്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അവിടെ നിന്ന് വീണ്ടും ടൈം ലാപ്സ്. മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, നല്ല ഷെയ്ക്കുണ്ട്. രാവിലത്തെ നടത്തായതുകൊണ്ട് നല്ല ഷെയ്ക്ക്. നമ്മൾ വീണ്ടും വട്ടക്കുന്നിലെ പാലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ അപ്പോഴത്തേക്ക് നമ്മളെ ചങ്ങായിമാർ ഹാജരായിന്. ഇവർ ഏകദേശം 6:45 ആ സമയത്തേക്കാണ് ഇവർ വരിക. അപ്പോഴത്തേക്ക് ആക്റ്റീവായി. ചെറിയ കുഞ്ഞുങ്ങളടക്കം ഒരുപാട് കുരങ്ങന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇത്തിരി കസരത്തൊക്കെ കാണിച്ച് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ഒരു കുളിയും പാസ്സാക്കിയിട്ടാണ് സാധാരണ വീട്ടിലേക്ക് പോവാറ്. പക്ഷേ ഇന്ന് നമ്മളെ വിജുവാട്ടനെ കാണാൻ പറ്റി. വിജുവാട്ടൻ മീനെ പിടിക്കാൻ സ്റ്റിക്ക് എടുത്ത് വന്നിരുന്നു. ബിജുവാട്ടനെ നിങ്ങൾക്ക് ഏറെക്കുറെ ആൾക്കെല്ലാം പരിചയം ഉണ്ടാവും. നമ്മളെ മാമാനിക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനാണ് ബിജുവാട്ടൻ. അവിടുന്ന് പ്രസാദ സദ്യ കഴിച്ചവർ നമ്മൾ ബിജുവാട്ടൻ്റെ കൈകൊണ്ട് വിളമ്പിയിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് മാമാൻ അമ്പലത്തിൽ വരുന്നവർക്ക് ബിജുവാട്ടന് പരിചയം ഉണ്ടാവും. നല്ല മനോഹരമായ ഒരു ഫ്രെയിമല്ലേ, നല്ല പിക്ചർ പോലെയല്ലേ. അപ്പോൾ ഇത്രയാണുള്ളൂ നമ്മളെ മോർണിംഗ് വാക്ക്.